അതിരാവിലെ സൺറൈസ് കാണാനുള്ള ഒരു പുറപ്പാടാണിത്. തുടക്കത്തിൽ തന്നെ ഈ തണുപ്പത്ത് ഒന്ന് ഉഷാറാകാൻ വേണ്ടിയിട്ട് തട്ടുകടയിൽ കയറി ഒരു ചൂടുള്ള ചായ അങ്ങോട്ട് കുടിച്ചു. അതിനുശേഷം നമ്മൾ ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് കൂടെ യാത്ര തുടർന്നു. റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഇവിടെ ഭയങ്കര പൊടിശല്യമാണ്. അതിരാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കടില്ല. പിന്നെ കിഴൂർ റോഡ് കനാലും പാലവും കടന്ന് ഞങ്ങൾ നേരെ എക്കോ ടൂറിസത്തിൻ്റെ അവിടെ എത്തി. മഴക്കാലത്ത് ഇവിടുത്തെ വെള്ളച്ചാട്ടം കാണാൻ ഭയങ്കര രസമായിരിക്കും കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ നോക്കി ഫുള്ള് വരണ്ട് കിടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പണിക്കൊരുന്നത്ത് സൂര്യൻ തലപൊക്കിയിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ വിചാരിച്ച സ്ഥലം ഈ ഒരു സ്ഥലമല്ല, അതായത് തടംപാറയായിരുന്നു. പക്ഷേ ഇവിടുന്ന് സൂര്യനെ കണ്ടതുകൊണ്ട് ലാഭമുണ്ടായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയെ പറഞ്ഞുതരാം. നമ്മൾ ഒരുപാട് സൂര്യോദയങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് 2025 അവസാനത്തെ ദിവസമാണ്. ഇനി അധികം വൈകിയാൽ നമ്മുടെ സൺറൈസ് കാണലും വീഡിയോ ഷൂട്ടിങ്ങൊന്നും നടക്കൂല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ തടംപാറയിലെത്തി. എൻ്റെ കുറേ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, ഈ തടംപാറയിലെ ഈ പാറപ്പുറത്ത് കൂടെ ഒരു അഡ്വഞ്ചർ റൈഡ് നടത്തണം എന്നുള്ളത്. അതിപ്പം തന്നെ സാധിച്ചു. നേരെ ഞാൻ വെച്ച് പിടിച്ചു ആ തടംപാറയുടെ എൻഡിൽ കിട്ടോ. പക്ഷേ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യോദയം നോക്കി വന്ന ആൾക്കാരെ സൂര്യൻ പറ്റിച്ചു. മേഘത്തിൻ്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെ സൂര്യൻ ഇപ്പോൾ പുറത്തു വരുമെന്നുള്ള പ്രതീക്ഷയോടെ കുറച്ചു നേരം കിഴക്കോട്ട് നോക്കി നിന്നു. എന്തായാലും പണിക്കര് കുന്നത്ത് നിന്ന് വീഡിയോ എടുത്തത് നന്നായി എന്നുള്ള ആശ്വാസത്തോടെ ഞങ്ങൾ മടങ്ങാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ബൈ ബൈ.